ഒന്നീ പഴച്ച മൂന്നിലെന്നാ പറയുന്നത്. ആദ്യമേ അയർലൻഡിൽ പഴച്ചു, രണ്ടാമത് ഇംഗ്ലണ്ടിൽ പഴച്ചു, എന്നാൽ സിംബാബ്വേയിൽ പഴച്ചില്ല. എന്തുകൊണ്ട് പഴച്ചില്ല ഗൈസ്? ക്യാപ്റ്റൻ സെയിം തന്നെയാണ്, ബാറ്റിംഗ് ലൈനപ്പ് സെയിം ആണ്, കണ്ടീഷൻ സെയിം ആണ്. എന്നിട്ട് നമ്മൾ എങ്ങനെ ജയിച്ചു? ആരാണ് ഈ ടീമിൽ കുറവുള്ളത്? BCC നിങ്ങൾ വല്ലതും കാണുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ടീം ജയിച്ചത്? അതിനെക്കാട്ടി ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ബോളിംഗ് ലൈനപ്പ്. എന്നിട്ട് നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ ജയിച്ചു. എങ്ങനെ ജയിച്ചെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്തിന്റെ കുറവായിരുന്നു ഈ ടീമിനകത്ത്? ആരാണ് ഈ ടീമിൽ ഇല്ലാഞ്ഞത്? ആര് കാരണമാണ് നമ്മൾ ഇന്ന് ജയിക്കാനുള്ള കാരണം? ഇന്ന് നമ്മൾ ജയിക്കാനുള്ള മെയിൻ കാരണം എൻ്റെ അഭിപ്രായത്തില് ചാമ്പ്യൻസ് ട്രോഫി ജയിപ്പിച്ചത് ഞാനല്ലേ? T20 വേൾഡ് കപ്പ് ജയിപ്പിച്ചത് ഞാനല്ലേ? ഒരു 6 അല്ല 2011 വേൾഡ് കപ്പ് ജയിപ്പിച്ചത്. എന്റെ 97 റൺസിനെ കുറിച്ച് എന്താ ആരും ഒന്നും പറയാത്തത്? രവീഷ് ശാസ്ത്രി. ആരാ രവീഷ് ശാസ്ത്രി? അയാൾ എന്ത് നേടി എന്ന് ചോദിച്ച ആള് ഇന്ന് ടീമിന്റെ ഒപ്പം ഇല്ലായിരുന്നു. ഇന്ന് പ്ലേയേഴ്സ് നോക്കുവാണെങ്കിൽ ഇൻസെക്യൂർ അല്ലായിരുന്നു. ഇന്ന് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരെല്ലാം കറക്റ്റ് പൊസിഷനിൽ വന്നിട്ട് ബാറ്റ് ചെയ്തു. GGR ഉള്ളപ്പോഴത്തേന് നീ അങ്ങോട്ട് പോ, അവൻ ഇപ്പുറത്ത് വന്നിട്ട് മറ്റവൻ അപ്പുറത്ത് കളി, അപ്പുറത്തുള്ളവനെ പിടിച്ച് ഇപ്പുറത്തോട്ടിട്, അങ്ങനെ ഒന്നുമില്ലായിരുന്നു. വരുന്നു, അവരവരുടെ പൊസിഷനകത്ത് അവരൊരു സെക്യൂറായിട്ട് കളിക്കുന്നു. ഇന്ന് ഒറ്റ ഒരു ഓൾറൗണ്ടർ ആയിരുന്നു നമ്മുടെ ടീമിലുള്ളത്. ഇന്ന് GG ആണ് ടീം ഇട്ടതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അഷ്ദുവെ മോനെ വാടാ, നീ വാടാ, ഇവിടുന്ന് വാടാ. അടുത്ത ശിവാൻ ഷെട്കെ മോനെ വാടാ, ഓൾറൗണ്ടർ വാ വാ. അടുത്തത് ശിവന്തുവെ മോനെ നീയും കൂടെ വാ. സെറ്റ്, ടീം സെറ്റ്. ഓൾറൗണ്ടർമാർ വേണ്ട, ഓൾറൗണ്ടർമാർ മതി. പിച്ച് ഡിഫറെൻ്റ് ആണ്, സ്പോഞ്ചി ആയിട്ടുള്ള ബൗൺസ് ഉണ്ട്, എക്സ്ട്രാ പേസ് ഉണ്ട്. വേണ്ട വേണ്ട, ശിവന്തുവെ നോക്കിക്കോളൂ, ശിവാൻ ഷെഡ്കെ നോക്കിക്കോളൂ, അഷ്ദുവെ നോക്കിക്കോളൂ. ഇന്ന് നോക്കിക്കേ, 3 പ്രോപ്പറായിട്ടുള്ള പേസ് ബോളിങ്, കണ്ടീഷനെ മനസ്സിലാക്കിയിട്ട് 3 പ്രോപ്പറായിട്ടുള്ള പേസ് ബോളിങ്, ഹിറ്റ് ദ ഡെക്ക് എറിയാൻ കഴിയാവുന്ന 3 ബോളർമാർ. സിംബാബ്വെ നമ്മൾ അനങ്ങാൻ സമ്മതിച്ചില്ലല്ലോ. ഇപ്പൊ എല്ലാവരും വിചാരിക്കും സിംബാബ്വെ അല്ലേ തോൽപ്പിച്ചതെന്ന്. സിംബാബ്വെയാണ് തോൽപ്പിച്ചത്. ഈ സിംബാബ്വെയാണ് ആസ്ട്രേലിയയെ മുട്ടുകുത്തിപ്പിച്ചത്, മൈറ്റി ആസ്ട്രേലിയയെ. സിംബാബ്വെ നോക്കുവാണെങ്കിൽ അയർലൻഡിനെ കാട്ടി ബെറ്റർ ആയിട്ടുള്ള ഒരു ടീമായിരുന്നു. എന്തുകൊണ്ട് നമ്മൾ അയർലൻഡിന്റെ C ടീമിനോടെതിരെ തോറ്റത്? അയർലൻഡിന്റെ മെയിൻ ആയിട്ടുള്ള 6 പ്ലേയേഴ്സ് ഇഞ്ചർ ആയിരുന്നു. അല്ലെങ്കിൽ അവർ ജോലി കാരണം അവർക്ക് പല പല ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്, അവർക്ക് കറക്റ്റ് ടൈമിൽ ടീമിനൊപ്പം ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് നമ്മൾ അവിടെ തോറ്റു? അവിടെ തോറ്റതിന്റെ ഉത്തരവാദി ഗൗതം ഗംഭീർ ആണ്. എന്നാൽ ഇവിടെ ജയിച്ചതിന്റെ ഉത്തരവാദി ഈ ടീം സെലക്ഷൻ ആയിരുന്നു, ഹെഡ് കോച്ചിന്റെ റോളായിരുന്നു. ക്യാപ്റ്റൻ നോക്കുവാണെങ്കിൽ ക്യാപ്റ്റനും ഹെഡ് കോച്ചും നോക്കുവാണെങ്കിൽ ഒരേ പേജിലായിരുന്നു. ഇന്ന് ഇതേ കണ്ടീഷനകത്ത് നമ്മൾ അയർലൻഡിൽ പോയിട്ട് എന്താ ചെയ്തെന്ന് അറിയാമോ? ബാറ്റ് ചെയ്യാൻ പോയി. ഇന്ന് നമ്മൾ ബാറ്റ് ചെയ്തിരുന്നെങ്കിലോ? ശ്രേയസേന് ലക്കുണ്ട് കേട്ടോ, കളിച്ച എല്ലാ കളിയിലും മത്സരം തോറ്റു ഇതിനു മുമ്പെങ്കിലും ടോസ് കിട്ടുന്നുണ്ടായിരുന്നു. ഇന്ന് നോക്കുവാണെങ്കിൽ ശ്രേയസേന് ടോസ് കിട്ടുന്നു. കണ്ടീഷനെ മനസ്സിലാക്കുന്നു. VVSും ശ്രേയസേനും കൂടെ ചേർന്നു. അവർ രണ്ടും ഒരു പേജിലായിരുന്നു. രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ടീമിനെ കിട്ടും. ആ ടീം നോക്കുവാണെങ്കിൽ ഇന്ന് വിജയിച്ചു. പ്ലെയർ ഇൻസെക്യൂർ അല്ലായിരുന്നു. എല്ലാവരും ഇൻസെക്യൂർ ആണ് ഗൗതം ഗംഭീറിന്റെ കീഴിൽ. എടാ സഞ്ജു സാംസനെ പുറത്താക്കിയടാ, ശുഭ്മൻ ഗില്ലിനെ വേൾഡ് കപ്പിന് മുമ്പ് പുറത്താക്കിയടാ, കളിച്ചില്ലെങ്കിൽ നമ്മൾ പുറത്താവത്തില്ലയോ? വൈഭവ് സൂര്യവംശി 3 കളി അവൻ പരാജയപ്പെടുന്നു. ജോഫ് ആർച്ചറിനെ അവൻ 6 അടിക്കുന്നു, ജോഷ് ടെങ്ങിനെ 6 അടിക്കുന്നു. അവന്റെ വീക്ക്നെസ് ഒന്നും മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല, നേരെ പിടിച്ച് പുറത്താക്കി. അവന്റെ കോൺഫിഡൻസ് കാണാം. ഇന്ന് നോക്കുവാണെങ്കിൽ ഷോർട്ട് ബോൾ കളിക്കാനേ പോയില്ല. അവന്റെ ലെങ്തിൽ ബോൾ വന്നപ്പോഴത്തേന് അവൻ 6 അടിക്കുന്നു. 18 ബോളിൽ നമ്മൾ 50 എടുക്കുന്നു. ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ വന്ന് 50 എടുക്കുന്നു. ഇവിടെ ആയിരുന്നു നമ്മുടെ പ്രശ്നം. നമ്മുടെ ടീമിനെ കറക്റ്റായിട്ട് നമുക്കൊരു പ്ലേയിങ് 11 പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അയർലൻഡ് മുതൽ ഇംഗ്ലണ്ട് വരെ നോക്കുവാണെങ്കിൽ ഓരോ കളിയിലും ഓരോ പ്ലേയിങ് 11 ആണ്. അടുത്ത കളി ഈ ടീം ഈ സെയിം പ്ലേയിങ് 11 ആയിട്ടല്ലേ ഇറങ്ങത്തുള്ളൂ. മേ ബി പ്രഭാബ് സിംബറിന് ഒരു അവസരം കൊടുത്തേക്കാം അവസാനത്തെ കളിയിൽ. അല്ലാതെ വലിയൊരു ചേഞ്ചസിലോട്ടൊന്നും ഈ ടീം പോകത്തില്ല. എന്താണ് കണ്ടീഷൻ? ആ കണ്ടീഷനകത്ത് ഏത് പ്ലേയിങ് 11 ആണ് ഇറക്കേണ്ടത് എന്നുള്ളത് ടീമിന് മനസ്സിലായി. BCCയോടുള്ള ഒരേ ഒരു അപേക്ഷയേ ഉള്ളൂ, പറ്റുമെങ്കിൽ സ്ഥിരമായിട്ട് അങ്ങ് റെസ്റ്റ് കൊടുത്തേര് ഗൗതം ഗംഭീറിന്. പ്ലീസ്, നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ? എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടെസ്റ്റിനകത്താണെങ്കിലും ODIക്കകത്താണെങ്കിലും T20കകത്താണെങ്കിലും ഒരുപാട് ദൂരത്തേക്ക് പോകും. അല്ലെങ്കിൽ പാറ്റകൾ ഇപ്പൊ സമരം ചെയ്യുന്ന പോലെ ഡൽഹിയിൽ ഞങ്ങൾ കുറച്ച് പേര് BCCയുടെ മുമ്പിൽ വന്ന് സമരം ചെയ്യേണ്ടി വരും, ഗൗതം ഗംഭീറിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട്. അതേ ഉള്ളൊരു വഴി. ഇന്ന് ജയിച്ചെന്തുകൊണ്ടാണ് ഇന്ത്യൻ ടീം? അയർലൻഡിൽ തോറ്റ ടീം ഇന്നും തോക്കേണ്ട ടീം അല്ലായിരുന്നു. ഇന്ന് പ്രോപ്പറായിട്ടുള്ളൊരു ടീമുമായിട്ട് ഇറങ്ങി, കണ്ടീഷനെ മനസ്സിലാക്കുന്ന ഒരു കോച്ചും ഒരു ക്യാപ്റ്റനും. എല്ലാവരും ക്യാപ്റ്റനെ കുറ്റം പറയുമല്ലായിരുന്നു. ക്യാപ്റ്റൻ റൺസ് കണ്ടെത്തുന്നുണ്ടായിരുന്നേ. ക്യാപ്റ്റനും കോച്ചും ഒരേ പേജിലല്ലായിരുന്നു. ക്യാപ്റ്റൻ ഒന്ന് പറയും, ഗൗതം ഗംഭീർ പറയും ഇത് മതി, സുന്ദരൻ മതി, അർഷിത് റാണ മതി, കുത്തി കയറ്റി 3 ഓൾറൗണ്ടർമാരെ. ഇന്ന് എവിടെ ഓൾറൗണ്ടർമാര്? നമ്മൾ ജയിച്ചില്ലേ? ജയിച്ചു, അത്രയും മാത്രം പറഞ്ഞാൽ മതി. ഈ വിജയത്തെ വലിയൊരു വിജയമായിട്ടൊന്നും കാണണ്ട. ഞാൻ ഈ ടൂർണമെന്റ് നോക്കി കാണേണ്ടത് ശ്രേയസ് അയ്യറിന്റെ ക്യാപ്റ്റൻസി എങ്ങനെയാണ്, VVS ലക്ഷ്മണൻ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ് ഈ ടീമിന്. അത് ഇന്ന് നോക്കുവാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ് ഈ ഒരു ടൂർണമെന്റിൽ. ഈ ടൂർണമെന്റ് കൊണ്ട് ഞാൻ എല്ലാം നേടിപ്പിടിച്ചു, ഇന്ത്യൻ ടീമിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപാട് പോസിറ്റീവ് നോക്കുവാണെങ്കിൽ ഈ സീരീസിനകത്ത് ആദ്യത്തെ കളിക്കകത്ത് കാണാൻ കഴിഞ്ഞു.
ഇനി ഇന്നത്തെ കളിയിലോട്ട് വരുവാണെങ്കിൽ ടോസ് കിട്ടുന്നു, കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നു, ബോൾ ചെയ്യാൻ പോകുന്നു. മയങ്ക് യാദവ് ബ്രില്യൻ്റ് ആയിട്ട് ഒരു 8 മീറ്റർ ലെങ്ത് വന്നിട്ട് 149 സ്പീഡ് 150 സ്പീഡിലാണ് വന്ന് ബോൾ ചെയ്ത് ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു. സിംബാബ്വെ ബാറ്റ്സ്മാൻമായിട്ട് നോക്കുവാണെങ്കിൽ സ്ട്രഗിൾ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു. പ്രിൻസ് യാദവ് ബ്രില്യൻ്റ് ആയിട്ട് വന്ന് ബോൾ ചെയ്തു. അശോക് ശർമ്മ നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ആ ഒരു ഫുൾ ലെങ്ത് ഡെലിവറി വെക്കാൻ പോയതുകൊണ്ട് അശോക് ശർമ്മയ്ക്ക് അല്പം അടിയുണ്ടത്. ആ ഒരു ബാക്ക് ഓഫ് ലെങ്ത് പിടിച്ചിരുന്നെങ്കിൽ, ആ ഒരു 8 മീറ്റർ ലെങ്ത് പിടിച്ചിരുന്നെങ്കിൽ ബെറ്റർ ആക്കാമായിരുന്നു. കുഴപ്പമില്ല, സാരമില്ലാതെ ബോൾ ചെയ്തു. ശിവൻ ദുബെ വന്ന് വിക്കറ്റ് എടുക്കുന്നു, രവി വിഷ്ണോയി വന്നിട്ട് വിക്കറ്റ് എടുക്കുന്നു. ഓവറോൾ നോക്കുവാണെങ്കിൽ ബോളിംഗ് നോക്കുവാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു. പിച്ച് നോക്കുവാണെങ്കിൽ അല്പം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പിച്ചായിരുന്നു. എക്സ്ട്രാ പേസും ബൗൺസും കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ബൗൺസ് ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. പിച്ചിനെ മനസ്സിലാക്കി, കണ്ടീഷനെ മനസ്സിലാക്കി ബോളർമാർ ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു. ശ്രേയസിന്റെ ക്യാപ്റ്റൻസി നോക്കുവാണെങ്കിൽ അറ്റാക്കിംഗ് ക്യാപ്റ്റൻസി ആയിരുന്നു. നോക്കുവാണെങ്കിൽ മയങ്ക് യാദവിനെ, പ്രിൻസ് യാദവിനെയൊക്കെ നോക്കുവാണെങ്കിൽ ആദ്യമേ തന്നെ 3 ഓവർ എറിയിപ്പിച്ചു. വീണ് കിടക്കുന്ന സിംബാബ്വെയുടെ നട്ടിൽ ഒടിക്കാൻ പറ്റുമെങ്കിൽ ഒടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അറ്റാക്കിംഗ് ക്യാപ്റ്റൻസി കാഴ്ചവെക്കുന്നു. മയങ്ക് യാദവിന്, പ്രിൻസ് യാദവിനെ ബോളിംഗ് കൊടുക്കുന്നു. ഇന്ന് നോക്കുവാണെങ്കിൽ 15 ഓവറിന് ശേഷം നോക്കുവാണെങ്കിൽ സ്പിന്നർമാരെ ആ പരിസരത്തോടെ കൊണ്ടുവന്നില്ല. ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷനും ഇല്ലായിരുന്നു, കൺഫ്യൂഷനും ഇല്ലായിരുന്നു. സുന്ദറിന് ഒരു ഓവർ കൊടുക്കണമല്ലോ, അക്ഷർ പട്ടേലിന് ഒരു ഓവർ കൊടുക്കണമല്ലോ, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒരു സ്പിന്നർ എന്താണ് റോള്, ആ റോള് ചെയ്തു, കയറി പോകുന്നു. പേസ് ബോളർമാരെ കൊണ്ടുവരുന്നു. ഡെത്ത് ഓവറിനകത്ത് ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്യിപ്പിക്കുന്നു. നമ്മൾ ഡെത്ത് ഓവറിനകത്താണല്ലോ തോറ്റുകൊണ്ടിരുന്നത് എല്ലാ കളിയിലും. 17ാമത്തെ ഓവർ 40 ബോൾ അവശേഷിക്കെ 7 വിക്കറ്റ് ശേഷിക്കെ നമ്മൾ ഈ മത്സരം നോക്കുവാണെങ്കിൽ ഈസി ആയിട്ട് ജയിക്കുന്നു. സൂര്യവംശി വന്നിട്ട് സൂര്യവംശിയുടെ ബ്രില്യൻസ് കാഴ്ചവെക്കുന്നു. അവിടെ ലൂസ് ആയിട്ടുള്ള ഓവർ വന്നപ്പോൾ റിച്ചാർഡിനെ, ഇവാനസിനെ നോക്കുവാണെങ്കിൽ അവർ കണക്കിന് പ്രഹരിക്കുന്നു, അടിയോട് അടി കൊടുത്തിട്ട് ഓടിക്കുന്നു. ഇതേ ഗ്രൗണ്ടിൽ അണ്ടർ 19-നകത്ത് 3 ഹാഫ് സെഞ്ചുറി, 1 സെഞ്ചുറി നേടിയ ഒരു പ്ലെയറാണ്. ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയായിരുന്നു. ഇവിടെ നോക്കുവാണെങ്കിൽ ടീം ബാക്ക് ചെയ്തു, കോൺഫിഡൻസ് കൊടുത്തു. ലക്ഷ്മണൻ നോക്കുവാണെങ്കിൽ അഡ്വൈസ് കൊടുത്തു, എങ്ങനെയാണ് കളിക്കേണ്ടത്. ഷോർട്ട് പിച്ച് ബോളിനെ ലീവ് ചെയ്തുകൊണ്ട് കളിക്കാൻ വേണ്ടി അഡ്വൈസ് കൊടുത്തു. ഫുൾ ലെങ്ത് ഡെലിവറി ബോൾ കിട്ടിയപ്പോഴത്തേന് പണിഷ് ചെയ്തു. ഷോർട്ട് പിച്ച് ബോൾ വന്നപ്പോഴത്തേന് ലീവ് ചെയ്തു. റൺസ് കണ്ടെത്താൻ കഴിഞ്ഞു. ഒരു കാലത്ത് നമ്മൾ സൂര്യകുമാർ യാദവ് T20യുടെ പ്ലെയർ ആണെന്ന് പറഞ്ഞതുപോലെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും, വൈഫ് ഓഫ് സൂര്യവംശി നോക്കുവാണെങ്കിൽ T20യുടെ ഒരു പ്ലെയർ തന്നെയാണ്. അവൻ വളർന്നു വരുന്ന ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ്. അവനെ സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റണം. അവന് നല്ലൊരു മെന്ററിനെയാണ് വേണ്ടത്. വടി എടുക്കുന്ന മെന്ററിനെ അല്ല, പീഡിപ്പിക്കുന്ന മെന്ററിനെ അല്ല വേണ്ടത്. അവൻ്റെ മിസ്റ്റേക്കുകൾ പറഞ്ഞു കൊടുത്ത് അവനെ ശരിയാക്കുന്ന മെന്ററിനെയാണ് വേണ്ടത്. അവന് കിട്ടി, അവൻ പെർഫോമൻസ് ചെയ്തു. അഭിഷേക് ശർമ്മ നോക്കുവാണെങ്കിൽ ഇന്നും വന്നിട്ട് നിരാശ നൽകുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു. അഭിഷേക് ശർമ്മ ബാക്ക് ടു ബാക്ക് നോക്കുവാണെങ്കിൽ 4 കളിയിലാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. 8 ബോളിൽ 100 റൺസ്. ഭാഗ്യത്തിന് ഇന്ന് ഡക്കായില്ല, അല്ലെങ്കിൽ 10ാമത്തെ ഡക്കായാണ് 2026. 8 ബോളിനകത്ത് 1 റൺസ്. സെയിം മിസ്റ്റേക്ക് ആവർത്തിക്കുന്നു. ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിൽ ഷോർട്ട് പിച്ച് ബോൾ വരുന്നു, ക്രീസിൽ നിന്ന് അല്പം മാറിയിട്ട് പോയിന്റിൽ ക്യാച്ച് കൊടുത്തിട്ട് കയറി പോകുന്നു. സെയിം മിസ്റ്റേക്ക്. ബോളർമാർ ഒരു ട്രാപ്പ് ഉണ്ടാക്കുന്നു, ആ ട്രാപ്പിനകത്ത് പോയി വീഴുന്നു. ഇങ്ങനെ ഒരു ഷോട്ട് കളിക്കുന്ന അഭിഷേക് ശർമ്മ നമ്മൾ കണ്ടിട്ടില്ല. അഭിഷേക് ശർമ്മയുടെ സ്ട്രോങ് ആയിട്ടുള്ള സോൺ എന്ന് പറഞ്ഞാൽ ലോങ് ഓൺ, ലോങ് ഓഫ്, മിഡ് വിക്കറ്റിന്റെ മണ്ടയിൽ കൂടെ അടിക്കും, എക്സ്ട്രാ കവറിന്റെ മണ്ടയിൽ കൂടെ അടിക്കും. ഇതായിരുന്നു ഷോട്ട്. പക്ഷെ ഇപ്പം നോക്കിക്കേ, ക്രീസിൽ നിന്ന് അല്പം മാറി നിന്നിട്ട് പോയിന്റ് മേലിലൂടെ അടിക്കാൻ ശ്രമിക്കുന്നു. അവർ എക്സ്ട്രാ പേസ് കിട്ടുമ്പോഴത്തേന് കറക്റ്റായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ വിക്കറ്റ് കൊണ്ട് കളയുന്നു. ഇത് തിരുത്തേണ്ടതായിട്ടുണ്ട്. അഭിഷേക് ശർമ്മ അല്പം കൂടെ ബെറ്ററായിട്ട് കളിക്കേണ്ടതായിട്ടുണ്ട്. സീനിയർ ആയിട്ടുള്ളൊരു പ്ലെയർ ആണ് ടീമിൽ. ബാക്കിയുള്ളവരെക്കാട്ടും എല്ലാം കൂടുതൽ ബാറ്റ് ചെയ്ത ഒരു പ്ലെയർ ആണ്. കണ്ടിന്യൂസ് ടീം ബാക്ക് ചെയ്ത ഒരു പ്ലെയർ ആണ്. ഔട്ട് ഓഫ് ഫോം ആയിരുന്നപ്പോഴും വേൾഡ് കപ്പിനകത്ത് ബാക്ക് ചെയ്ത ഒരു പ്ലെയർ ആണ്. സഞ്ജു സാംസന് കിട്ടാത്ത പരിഗണന കിട്ടിയ ഒരു പ്ലെയർ ആണ്. സോ അഭിഷേക് ശർമ്മ ബെറ്റർ ആകട്ടെ. ഇനിയുള്ള 2 മത്സരങ്ങളിൽ അഭിഷേക് ശർമ്മയ്ക്ക് വരാൻ കഴിയട്ടെ. ഒരേ പാറ്റേണിൽ ഔട്ടാവാതിരിക്കുമോ ദൈവത്തെ ഓർത്ത്. അത് ശരിയാകുവാണെങ്കിൽ അഭിഷേക് ശർമ്മയ്ക്കും തിരിച്ചു വരാൻ കഴിയും. ഇഷാൻ കിഷനും ശ്രേയസേനും കൂടെ വന്ന് അവരുടെ സ്റ്റൈലിൽ കളിച്ചു ടീമിനെ വലിയൊരു കോംപ്ലിക്കേറ്റിലോട്ട് കൊണ്ടുപോകാതെ, സ്ട്രഗിൾ ആക്കാതെ അവിടെ നിൽക്കുന്നു. മത്സരം വിജയിപ്പിച്ചിട്ട് 2 പേരും കൂടെ കയറി പോകുന്നു. നോക്കുവാണെങ്കിൽ എന്താണോ ഇന്ത്യക്ക് വേണ്ടത്, ഇങ്ങനെയാണ് ചെറിയ ടീമുകൾ ഡോമിനേറ്റ് ചെയ്യുന്നത്. ഒരിക്കലും സിക്കന്ദർ ഹാസൻ വന്നിട്ട് പറയാൻ പാടില്ല 2ഉം തുല്യ ശക്തികളാണെന്ന്. വാ തുറക്കാൻ പാടില്ല ഇന്ത്യ എന്ന് കേൾക്കുമ്പോഴത്തേന്. പണ്ടുണ്ടായിരുന്ന ഒരു ഭയം ഇനിയും ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം എന്ന് ബാറ്റ് കൊണ്ട് പറഞ്ഞു കൊടുത്തു. ഇത്രയാണ് ചെയ്യേണ്ടത്. സിക്കന്ദർ ഹാസൻ, നീ നിന്റെ ലെവലിൽ പോയി കളിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ബാറ്റ്സ്മാൻമാർക്കായി, നമ്മുടെ ക്യാപ്റ്റനായി, നമ്മുടെ ബോളർമാർക്കായി. ഇതുപോലെയാണ് നമ്മൾ ചെറിയ ടീമുകളെ ഡോമിനേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ചെറിയ ടീമുകൾ നമ്മളെ ഡോമിനേറ്റ് ചെയ്യുകയല്ല വേണ്ടത്. അതിന് ക്യാപ്റ്റനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോച്ച് വേണം, പ്ലേയേഴ്സിനെ ബാക്ക് ചെയ്യുന്ന ഒരു കോച്ച് നമുക്ക് വേണം. ഇനിയും ഈ സന്തോഷം നമുക്ക് 3 കളി മാത്രമേ കാണത്തുള്ളൂ, പിന്നെയും തിരിച്ചു വരും, എനിക്കറിയാം. ഇതുപോലെ തന്നെ ടീമിനകത്ത് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യിപ്പിക്കും. ഓൾറൗണ്ടർമാരെ കുത്തി നിറയ്ക്കും. ബാറ്റ് ചെയ്യേണ്ട പിച്ചിനകത്ത് പോയി ബോൾ ചെയ്യും, ബോൾ ചെയ്യേണ്ട പിച്ചിനകത്ത് ബാറ്റ് ചെയ്യും. സോ ഉള്ള വിജയം കൊണ്ട് നമുക്ക് സന്തോഷിക്കാം. അല്ലാതെ ഇതിൽ കൂടുതൽ എന്ത് പറയാനാ. BCCI കണ്ണു തുറക്കട്ടെ. VVS ലക്ഷ്മണനെ കൂടെ ഒരു കോച്ചിനെ ഇന്ത്യൻ ടീമിന് 3 ഫോർമാറ്റിലും ആവശ്യമാണെന്നുള്ളത് BCCI മനസ്സിലാക്കാനെങ്കിലും കഴിയട്ടെ.